ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഞാനിത് എടപ്പാളാണ് കേട്ടോ ഉള്ളത്. എടപ്പാൾ ശോഭിക പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഒന്ന് കയറി വെക്കാം. അവിടെ നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ പോകാനുള്ള ഡ്രസ്സ് എടുക്കുക എന്നുള്ളതിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫീഡിങ് ഫ്രണ്ട്ലി വേണം, അപ്പോൾ ഞാൻ അതും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ നോക്കി. എന്താ പറയുക, നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഡ്രസ് കോഡ് അടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വർക്കൊക്കെ ഉള്ള നല്ല സൂപ്പർ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. എടപ്പാളാണ് കേട്ടോ ഷോപ്പ് വരുന്നത്. കുറ്റിപ്പുറം റോട്ടിനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കുക. അത്യാവശ്യം നല്ല വലിയ ഷോപ്പാണ്. ഒരുവിധം എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ. ചെരുപ്പ്, ബാഗ്, അതുപോലെ തന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത കളക്ഷനുണ്ട്. ബെഡ്ഷീറ്റൊക്കെ നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പൊക്കെ നല്ല അടിപൊളി ചെരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ക്രോക്സ്, ബേബീസിന് പറ്റി നല്ല നല്ല ചെരുപ്പ്, അതുപോലെ ക്രോക്സിൻ്റെ മോഡൽസിൽ തന്നെ കുറച്ച് വെറൈറ്റി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗും അത്യാവശ്യം ഞങ്ങൾ പോയപ്പോൾ ഒരു ഉച്ചയായ കാരണം ആകെ എന്താ പറയുക നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ. അപ്പോൾ ഞാൻ ഓവറൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ഞാനൊന്ന് കവർ ചെയ്യാന്നുള്ളതിൽ കുറച്ചൊക്കെ ചെരുപ്പിൻ്റെ വീഡിയോസ് നോക്കിയിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്നുള്ളവർക്കൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക, അങ്ങനെ വേണ്ട അങ്ങനെയെന്നൊക്കെ പറയണം കേട്ടോ. ചെരുപ്പിൻ്റെ കളക്ഷൻസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയ ടൈമിൽ. പക്ഷേ കുറേയൊക്കെ എന്താ പറയുക അങ്ങനെ ആക്കി ഇട്ട കാരണം ഞാൻ കുറേ ഒന്നും എടുത്തില്ല. പിന്നെ കുറച്ച് ബാഗിൻ്റെ പ്രീമിയം ക്വാളിറ്റി ബാഗിൻ്റെ കളക്ഷൻസും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രോക്ക് ഉണ്ട് കേട്ടോ, ബേബിക്ക് പറ്റിയ നല്ല അടിപൊളി ഫ്രോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബേബീസിൻ്റെ ഡ്രസ്സ് എനിക്കവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ജംപ് സൂട്ട്, അതുപോലെ തന്നെ ഫ്രോക്ക് ഐറ്റംസ്, നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളുണ്ട് കേട്ടോ അവിടെ. നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കും അങ്ങനെ ഒരുവിധമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബേബി ആക്സസറീസും കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല, എന്നാലും ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ നോക്കിയിരുന്നത് കുട്ടികളുടെ ഡ്രസ്സ് ഇങ്ങനെ നന്നായിട്ട് ഇതുണ്ടായിരുന്നു കേട്ടോ, കിഡ്സ് വെയർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ 900-1000 റേഞ്ചാണ് കേട്ടോ ഈ ടോപ്പുകളൊക്കെ വരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ കളക്ഷൻസൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒക്കെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. നല്ല ഫുള്ളായിട്ടുള്ളൊരു ഗൗണാണ് കേട്ടോ. ഫുള്ള് ഒരു ഞെറി പോലെ ആയിട്ടുള്ള ഗൗണുകളാണ്. പിന്നെ കുറേ കോട്ടൻ്റെ ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എനിക്ക് വേറെ 2 ടോപ്പ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു വൈറ്റ് പ്ലെയിനിൽ വരുന്നൊരു ഡിസൈൻ, അതുപോലെ തന്നെ ഇതൊക്കെ പ്ലെയിൻ ഇതായിട്ടാണ് പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ബേബീസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്രോക്കുകൾ കണ്ടപ്പോൾ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ. നല്ല രസമുള്ള ഫ്രോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇതിലുള്ള 3-4 ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡിസൈനർ വേസിൽ. അത്രയും നല്ല കളക്ഷൻസ് എനിക്ക് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഡിസൈനർ വേസിൽ കണ്ടൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ മുന്നേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത്. അതിൻ്റെ മെറ്റീരിയലൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി, അതുപോലെ ഒരു എന്താ പറയുക, ഒരു കല്യാണം അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സൽവാർസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയ ടൈമിൽ. പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുള്ള കാരണം ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കാരണം ഓവർ തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ഞാനപ്പോൾ എന്തായാലും വന്നതല്ലേ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ.
ഈ ഒരു കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മോഡൽസൊക്കെ. ഞാൻ ഡ്രസ്സ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഇതിങ്ങനെ ഒരത്തുമ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വലിക്കുമ്പോൾ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞ്. പിന്നെ ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽ, സാരി. പിന്നെ ഞാൻ വെറുതെ ബ്രൈഡലിന് അങ്ങോട്ട് പോയപ്പോൾ സൂപ്പർ 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 കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എടപ്പാൾ തന്നെ ഇത്രയും നല്ല അടിപൊളി ഒക്കെ നല്ല എന്താ പറയുക സൂപ്പർ കളക്ഷൻസാണ് കേട്ടോ. ഇതിൻ്റെ കല്യാണത്തിൻ്റെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു മാരേജ് റിസപ്ഷന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുള്ളി മാരേജിന് യൂസ് ചെയ്യാം. അങ്ങനത്തെ എന്താ പറയുക ഒരു റെൻറ്റിനല്ലാണ്ട് നമ്മളൊരു കല്യാണ ഡ്രസ്സ് പറഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെ വേണമെങ്കിൽ പറയാം. നല്ല അത്യാവശ്യം നോർമൽ പ്രൈസ് എനിക്ക് അത്ര അഫോർഡായിട്ട് എന്താ പറയുക നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ ഒരു ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതൊക്കെ സാരി, അതുപോലെ ഞാൻ ഇറങ്ങുന്ന ടൈമിൽ നല്ലൊരു സൽവാർ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതാ അവിടെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പോണ ടൈമിലാണ് കേട്ടോ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം. ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്. അതുപോലെ ബേബീനായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അത് പറയാം. അങ്ങനെ ഒക്കെ ഒന്ന് പറയാം കേട്ടോ. താങ്ക് യു.